അപ്പോ ഗൈസ്, ലോ ആൻഡ് ഓർഡർ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ക്യാപ് കട്ടിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള സിനിമ, ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ കുറച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സിനിമയുടെ ടീസർ ഉണ്ട്. ആ സിനിമയാണ് നമ്മുടെ സ്വന്തം രഞ്ജിത്ത് ഏട്ടന്റെ ലോ ആൻഡ് ഓർഡർ. അതിന്റെ ഇതിന് മാത്രം എന്താണ് കളിയാക്കാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ടീസർ ഒന്ന് പോയി കണ്ടു. ടീസർ എന്താ പറയാ, നമ്മൾ ഈ ചില സിനിമകളൊക്കെ അതിന്റെ ട്രെയിലറോ ടീസറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ FBFS ബുക്ക് ചെയ്യും, ലോക്ക് ചെയ്യും എന്നൊക്കെ പറയില്ലേ. ഇത് നേരെ തിരിച്ചാണെന്ന് മാത്രം. ഇത് ഇനിയിപ്പോ എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ കാണാം എന്നൊക്കെ പറയില്ലേ. ആ ഒരു ലെവലിലാണ് ഇതിന്റെ ടീസർ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. കമ്മിങ് സൂൺ എന്നാണ്, എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനിയും കുറെ അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ വരാനുണ്ടാവും. എഡിറ്റിംഗ് സൈഡ് മാത്രമൊന്നല്ലടേ, അത് എഡിറ്റിംഗ് സൈഡിലാണ് ഇതിന്റെ ഊക്ക് കുറെ കിട്ടാൻ കാരണം എന്നുള്ളത് ശരി. പക്ഷെ എഡിറ്റിംഗ് സൈഡൊന്നും അല്ല, അത് ആ സിനിമ കാണുമ്പോൾ തന്നെ എവിടെയൊക്കെയോ കണ്ടുമറന്ന് എന്തൊക്കെയൊക്കെയോ പഴയ കുറെ സാധനങ്ങള് വീണ്ടും പുതിയൊരു സെറ്റപ്പില് കുറച്ച് നീക്കി കൊണ്ടുവന്നൊരു പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ. എന്തിനാണ് ഈ പ്രകാശ് വർമ്മ സാറൊക്കെ എന്തിനാണ് ഇത്തരം സിനിമയിലൊക്കെ പോയി തലവെക്കുന്നത് എനിക്കറിയില്ല. പുള്ളിയൊക്കെ അത്യാവശ്യം സ്ക്രിപ്റ്റ് ഒക്കെ സെലക്ട് ചെയ്ത്, പുള്ളി ഒരു ഡയറക്ടർ അല്ലേ ഓൾറെഡി. അപ്പൊ നല്ല നല്ല സാധനങ്ങളൊക്കെ നോക്കി എടുത്തുകൂടെ. ഇത് എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് എന്ന് പറഞ്ഞ ലെജൻഡറി സംവിധായകൻ വിളിച്ചപ്പോ എങ്ങനെ വേണ്ടെന്ന് പറയാന്നൊക്കെ തോന്നിയിട്ട് ആവാനാണ് ചാൻസ്. ഒരു സംഭവം അവരൊരു കണ്ണൂർ സ്ക്വാഡൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഒരു കണ്ണൂർ സ്ക്വാഡിന്റെ ലൈറ്റ് വേർഷൻ പോലും ഇതെത്താൻ പോണില്ല. അതാണ് സംഭവം. സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഉദയകൃഷ്ണ, അവരൊന്നും ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. ഉദയകൃഷ്ണ, CBK തോമസ് ഒരു കാലത്ത് ഉണ്ടാക്കിയ ഓളം അത് വലുതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അവരുടെ സ്ക്രിപ്റ്റ് ഒട്ടും വർക്കാവണില്ല തീരെ. ഉള്ളതുപോലെ പറയണല്ലോ. ഞാൻ ഇന്നും അവരുടെയൊക്കെ ഉദയകൃഷ്ണ, CBK തോമസ് എഴുതിയിട്ടുള്ള വമ്പൻ സ്ക്രിപ്റ്റുകൾ ഇന്നും ഞാൻ സിനിമ വരുന്ന സമയത്ത് ഇരുന്ന് കാണുന്ന ഒരാളാണ്. നിറയെ റിപ്പീറ്റ് വാല്യൂ ഉള്ള കുറെ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ അവിടെയാണ് ഈ പ്രശ്നം മൊത്തം വരണത്. പിന്നെ രഞ്ജിത്ത്, പുള്ളിയൊക്കെ പേഴ്സണൽ ലൈഫ് എന്താണോ അതൊന്നും ഞാൻ നോക്കാറില്ല. കാരണം പേഴ്സണൽ ലൈഫ്, ഞാൻ പുള്ളിയുടെ വീട്ടിൽ പുള്ളിയുടെ മകളെ പെണ്ണ് കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സെറ്റപ്പ് ഒന്നും ഞാൻ നോക്കാറില്ല. പ്രൊഫഷണൽ ലൈഫ് മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വെച്ച് മാത്രമേ ഞാൻ ജഡ്ജ് ചെയ്യാറുള്ളൂ. പുള്ളിയുടെ പ്രൊഫഷണൽ സംഭവമാണല്ലോ നമ്മൾ നോക്കണത്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ലൈഫിൽ പുള്ളി എന്തോ ആയിക്കോട്ടെ, പക്ഷെ പ്രൊഫഷണൽ ലൈഫിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ എജ്ജാതി ലെവല് തന്നിട്ടുള്ള സാധനങ്ങളാണെന്നറിയോ. ഇന്ന് ഇരുന്ന് കാണുന്ന രോമാഞ്ചിഫിക്കേഷൻ ഒക്കെ തന്നിട്ടുള്ള കുറെ ഡയലോഗ്സ് ഉള്ള, കുറെ മേക്കിങ്ങിൽ അടിപൊളിയാക്കിയ കുറെ മൂവീസ്. അത്തരം സിനിമകളൊക്കെ എടുത്തു വെച്ച ആള് നല്ലൊരു സാധനം കൊണ്ടൊക്കെ പുള്ളിക്ക് സുഖമായി വരാൻ പറ്റും. പക്ഷെ അവരെനിക്ക് തോന്നുന്നു ഇവരത് മനസ്സിലാക്കണില്ല തോന്നുന്നു. നമ്മൾ ഈ പറയുന്ന സംഭവം അവർ ആ രീതിയിലല്ല ഉൾക്കൊള്ളുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ ഷാജി കൈലാസ് സാർ ആണെങ്കിലും അവര് ശരി, അവരുടെ ഇഷ്ടത്തിനാണ് എപ്പോഴും സിനിമ ചെയ്യുക. പക്ഷെ അതില് പ്രേക്ഷകർ കാലം മാറുന്നതിനനുസരിച്ച് പ്രേക്ഷകർക്ക് വരുന്ന കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ കുറച്ചെങ്കിലും അവർക്ക് അത് അംഗീകരിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അവരെ പോലത്തെ ലെജൻഡറി ഡയറക്ടേഴ്സിനോ റൈറ്റേഴ്സിനോ ഒന്നും നമ്മൾ അങ്ങോട്ട് കയറി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ടീച്ചർ ഞാൻ കണ്ടു, ഭയങ്കര ഇൻസ്റ്റയിലൊക്കെ കടന്ന് ട്രോൾസ് മെറ്റീരിയൽ ആയത് വെറുതെ ഒന്നല്ല, അതിനുള്ളത് ഉണ്ട്. അത് എന്തോ പോലെ ഉണ്ട്, അത് കണ്ടിരിക്കാൻ തന്നെ പറ്റുന്നില്ല. ഒരു സുഖമില്ലാത്തൊരു പഴയ മോഡൽ പറയില്ല, നമ്മളൊക്കെ എവിടെയൊക്കെയോ കണ്ടു മറന്ന ഒരു റിലീസ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഇത്തരം ടീച്ചറൊക്കെ ഓക്കെ ആണ്, ആ രീതിയിൽ പറയാം. ഇത് പുതിയ ഒരു സിനിമയ്ക്കൊക്കെ ഇത്തരം ഒരു ടീച്ചറും അതിന്റെ എഡിറ്റിങ്ങും അതൊരു സുഖമില്ലാത്ത സംഭവമാണ്. ഇതും ടീച്ചേഴ്സ് ആരും തന്നെ കുറെ പേര്, ഏതൊക്കെ 4-5 ചെറുപ്പക്കാരുണ്ട്, അവരെന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണു. അപ്പോഴാണ് നമ്മുടെ പ്രകാശ് വർമ്മ ടീം വരുന്നു, ഒരു കണ്ണൂർ സ്ക്വാഡ് സെറ്റപ്പിക്ക് ഒരു ടീമായിട്ട് ഫോം ചെയ്ത് വരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ സിനിമ പോകാൻ ചാൻസ്. എന്തോ എനിക്ക് വർക്കായില്ല. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ആ ടീച്ചർ കണ്ടു നോക്കിക്കോളൂ. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഓരോ രീതിയിലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടാം. അപ്പൊ നിങ്ങളൊന്ന് പോയി കണ്ടോളൂ. പിന്നെ ഇതില് ഉദയകൃഷ്ണൻ അല്ലാതെ പിന്നെ ഇതില് സ്റ്റാറിങ്ങില് പ്രകാശ് വർമ്മ, അഭിരാമിയൊക്കെ ഉണ്ട് കേട്ടോ. പ്രകാശ് വർമ്മ, അഭിരാമി, മമ്മൂട്ടിനെ കൊടുത്തിട്ടുണ്ട്. അത് ഇതിപ്പോ IMDb-ത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. IMDb-യിൽ എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. ഇനിയിപ്പോ മമ്മൂക്കയൊക്കെ വരൂ, ഇതിന്റെ ഇടയിൽ ക്യാമിയോ ഒക്കെ ആയിട്ട് വരൂ, ചാൻസ് ഇല്ല അല്ലെ. അത് വെറുതെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും അല്ലെ. അങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിലേ പുള്ളിക്ക് കഷ്ടകാലം ഇപ്പൊ ഇത് കൂടി ആയിട്ടെ. അപ്പോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ടീച്ചർ കണ്ടു നോക്കുക. എനിക്ക് ഇതാണ് കണ്ടിട്ട് തോന്നിയത്. നിങ്ങൾ എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ ഓക്കെ, ബൈ.